ഹായ്. അപ്പം നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ മഴയുള്ള സമയത്ത് നമുക്ക് മീനൊന്നും അധികം കിട്ടൂലല്ലോ. ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണി. അപ്പം ഞാനതിന് വേണ്ട ഉള്ളിയും തക്കാളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കുക്കർ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാം. ഞാൻ റൈസിനായിട്ട് 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം കഴുകി വെള്ളം വാരാൻ എടുത്ത് വെക്കണം. അപ്പം ഞാനിതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല നല്ലോണം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച മുട്ടയിട്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ പെട്ടെന്ന് കുക്കറിൽ വെച്ചുകൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ അതിന് ശേഷം റൈസ് ഉണ്ടാക്കാനായി 1.5 പാട്ടയ്ക്ക് 2.5 പാട്ട വെള്ളവും പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര്, പിന്നെ നെയ്യ്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിയിട്ട് നല്ലോണം മിക്സാക്കി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാൻ ഒരു തൈരുമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ചോറ് റെഡിയായി. അപ്പോൾ ഇത് ഒരു പാത്രത്തിൽ കുറച്ച് മുട്ട മസാലയും ചോറും ഇട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ബൈ ബൈ.